ശ്രീ ശ്രീ ജയചന്ദ്രൻ, ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചപ്പോൾ 18 മുറിവുകളോ ചതവുകളോ ആണ് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ളത്. 2-3 ദിവസം പഴക്കമുള്ളത് അസാൾട്ട് സൂചിപ്പിക്കുന്നത്. തലയുടെ പുറകിൽ 6 സെന്റിമീറ്റർ നീളത്തിൽ ആഴത്തിലുള്ളൊരു മുറിവുണ്ട്. മുഖത്തിന്റെ ഇടതുഭാഗത്ത് ഇടികൊണ്ട ചതവുണ്ട്. ബെൽറ്റ് കൊണ്ട് തല്ലിയ പാടുണ്ട്. ചെവിയുടെ താഴെ 1 സെന്റിമീറ്റർ താഴെ ചോര കട്ട പിടിച്ച് കിടപ്പുണ്ട്. നെഞ്ചത്ത് ഇടത്തെ നെഞ്ചിൽ ഇടികൊണ്ട പാടുണ്ട്. നെഞ്ചിന് പുറകിൽ ചതഞ്ഞു കിടക്കുന്ന പാടുണ്ട്. ഇങ്ങനെ പലയിടത്ത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തല്ലുകൂട്ടമൊക്കെ ആണെങ്കിൽ എത്ര പരിക്കേൽക്കും? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഇനിയും തല്ലുകൊള്ളേണ്ടി വരും എന്ന പേടിയാണ്. ആരും കൊലപ്പെടുത്തിയതല്ലെങ്കിൽ സിദ്ധാർത്ഥനെ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എങ്കിൽ അതിനെ എങ്ങനെയാണ് ആത്മഹത്യാ പ്രേരണ എന്ന് പറയുക? അതിനെ കൊലപാതകം എന്നല്ലേ പറയേണ്ടത്? അല്ല, അത് നിയമപരമായി ഏതറ്റം വരെ അതിനെ ആ കുറ്റകൃത്യത്തിൻ്റെ പരിധി ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം തന്നെ അത് ഉയരണം. അതിലൊന്നും എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല മാധു. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയും ചെയ്യും. കാരണം ഈ ആ കുട്ടിയുടെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എമ്പാടും നിരവധി മുറിവുകളാണല്ലോ നമ്മൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ കാണുന്നത്. അതൊക്കെ ഒരു ദിവസമാണോ? ഒരു ദിവസം കൊണ്ട് തീർന്നിരുന്നെങ്കിൽ അത് ഓക്കെ, അത് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ സമാധാനിക്കായിരുന്നു. അങ്ങനെയല്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാനിതിനെ മാധു ഇടയ്ക്ക് എന്നോട് ചോദിച്ചിരുന്നില്ലേ, ഞാൻ സംസാരിച്ചത് ഇതിനെ റാഗിങ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ചെറുതാക്കി കാണിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയേ അല്ല കേട്ടോ. ഇത് ഈ ആൻറ്റി റാഗിങ് സെൽ എന്ന ARC ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ തുടർ നടപടികൾ 22-ന് തന്നെ ഉണ്ടാകുന്ന SFIയുടെ ഭാഗത്തു നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് ഏത് വിദ്യാർത്ഥി സംഘടനയാണോ ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അനിവാര്യമായ കാര്യമാണ്. അതൊക്കെ ആ ഗൈഡ് ലൈൻസിലുണ്ട്. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ARC എന്നുള്ള ആൻറ്റി റാഗിങ് സെൽ എന്നുള്ളത് ഇവിടെയും പിന്നെ അവരുടെ ജോലി സിദ്ധാർത്ഥിൻ്റെ ഈ ജീവൻ എടുത്തതിന് ശേഷമാണത് ഉണ്ടായതെന്നുള്ളത് മറ്റൊരു ദുരന്തം. പക്ഷേ എങ്കിലും ഈ ARCയുടെ റിപ്പോർട്ട് അവിടെ ഉണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ റിപ്പോർട്ടിൽ ഈ വിദ്യാർത്ഥി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അത് വെച്ചുകൊണ്ട് ഇത് മോബ് ലിഞ്ചിങ് ആണ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നിയമപരമായ കൂടുതൽ ആ കുട്ടിയുടെ വിചാരണയ്ക്ക് കൂടുതൽ ഫലപ്രദമായി ഇടം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അതിനെ ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ചർച്ച ചെയ്യുമ്പോഴാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറയുന്ന കേസ് എടുത്തിരിക്കുന്നതിൽ റാഗിങ്ങും ആത്മഹത്യാ പ്രേരണയും ഉണ്ട്. അതുകൊണ്ട് നമുക്കത് മുഖവിലയ്ക്ക് എടുക്കാവുന്നത്. ഞാനും അങ്ങയോട് വിയോജിച്ച ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിനെ അങ്ങനെ ചുരുക്കി കാണരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഞാനും അങ്ങയോട് വിയോജിച്ചത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ശ്രീ ജയചന്ദ്രൻ ഒരു പ്രശ്നമുണ്ട്. ശ്രീ ജയചന്ദ്രൻ, അതായത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, SFIയുടെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഒക്കെ ഈ കേസിൽ പ്രതിയാണ് എങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളെ റാഗിംഗ് വിമുക്തമാക്കും എന്നുള്ള പ്രഖ്യാപനത്തിന് എന്ത് മൂല്യം? കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ പടപൊരുതിയവർ ഞങ്ങളാണ് എന്ന അഭിമാനബോധത്തിന് എവിടെ അടിസ്ഥാനം? അതോ കേരളത്തിലെ കോളേജുകളിൽ ഇങ്ങനെ ഈ പറയുന്ന നരബോധികളെ അതിശയിപ്പിക്കും തരത്തിലുള്ള പീഡനങ്ങൾക്ക് റാഗിങ്ങിന് മറ പിടിച്ചു കൊടുക്കുന്നവരിൽ ഞങ്ങളുമുണ്ട് എന്നതാണോ പുതിയ അഭിമാനബോധം? അല്ല, അത് ഇതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും ഈ വ്യാഖ്യാനങ്ങളെക്കാൾ ഉപരിയായി ഞാൻ പറയുക, ഇത്രമേൽ കിരാതത്വം, ഇതിന് തക്കതായ ശിക്ഷ തന്നെ വേണം മധു. ഇത് ഏറ്റവും പ്രാകൃതമായ കിരാതത്വമാണ് ഈ കാണിച്ചത്. അത് പിന്നെ ഈ പറയുന്ന 12 പേരാണെങ്കിലും ശരി, ഇപ്പോൾ പിന്നെ ദുഃഖിതനായ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഹൃദയം വിങ്ങിക്കൊണ്ടാണല്ലോ പിതാവ് ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ലേ, 130 പേർക്കിടയിൽ നഗ്നനാക്കപ്പെട്ട എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അത് അത്രമേൽ കിരാതത്വമാണല്ലോ കാണിച്ചത്. അതിനോടൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും ഒരാളുടെ മനസാക്ഷിക്കും അത് കഴിയില്ല, എനിക്കൊട്ടും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരർഹിക്കുന്ന ശിക്ഷ എത്രത്തോളം കഠിനമാക്കാമോ അത്രത്തോളം കഠിനമാക്കണം എന്ന് തന്നെ ഞാൻ ആവർത്തിച്ച് ശഠിക്കുക തന്നെ ചെയ്യും. അതൊന്നും എനിക്കൊരു മാറ്റവുമില്ല കാര്യത്തിൽ. ഓക്കെ.